നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്ക് I want all of you to give him a big round of applause because he has been selected for the Distinguished Alumni of IIT Madras and he got the award, received the award 1 week back. There are 14 people who got the award and out of that 14, ആ 14 പേരിൽ 9 പേര് വിദേശത്തുള്ളവരാണ്, 5 പേര് ഇന്ത്യയിലുള്ളവരാണ്. ആ 5 പേരിൽ 4 പേര് ഭാരത സർക്കാരിന് വേണ്ടി ജോലി എടുക്കുന്നവരാണ്, ഒരാൾ പ്രൈവറ്റ് സെക്ടറിലുള്ള ആളുമാണ്. അപ്പോൾ അവിടെ തന്നെ പഠിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തെ സേവിക്കുന്ന ഉണ്ണിക്ക് ഒരിക്കൽ കൂടി ഒരു വലിയ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഞാൻ ആദ്യം തന്നെ ഒരു ഡേറ്റ് ഉണ്ണിയെ ഓർപ്പിക്കുകയാണ്. 23 ഓഗസ്റ്റ് 2023 നമ്മുടെ ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനം പകരുന്ന ഡേറ്റാണ്. ചന്ദ്രയാൻ 3, അതായത് ചന്ദ്രയാൻ 3 ലോകത്തിലെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ അന്ന് ചന്ദ്രനെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്ത, നമ്മുടെ റോവർ ലാൻഡ് ചെയ്തോടി ലോകത്തിലെ 4ാമത്തെ രാജ്യമായി. ഞാൻ അതിനെപ്പറ്റിയല്ല സംസാരിക്കുന്നത്, വേറെ ഒരു ഡേറ്റാണ് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ചന്ദ്രയാൻ 3 ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഉണ്ണിക്ക് ടെൻഷനുണ്ടായ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. 1980 സെപ്റ്റംബർ 2 അന്നാണ് കോതമംഗലം കോളേജിലേക്ക് ഉണ്ണി കടന്നു വന്നത്. കെന്നഡി ഹോസ്റ്റലിലെ 29ാം നമ്പർ റൂമിലേക്ക് ഉണ്ണി കടന്നു വന്നത്. എന്തായിരുന്നു ഉണ്ണിയുടെ അന്നത്തെ ചില വിചാരങ്ങളൊക്കെ? എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഏതായാലും മാത്യു കാവാലം 85 ഓർമ്മകൾ ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണ്. അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് നമ്മളൊക്കെ അറിയാമല്ലോ, അന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ മിക്കവാറും വീടിനടുത്തുള്ള സ്കൂള്, വീടിനടുത്തുള്ള കോളേജ് എല്ലാം വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു പട്ടം എങ്ങനെയാണോ ഒരു ചരട് കൊണ്ട് അത് പറപ്പിക്കുന്ന ആളിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ എപ്പോൾ പോയാലും വീടിനടുത്താവണം. അങ്ങനെയാണ് ഞാൻ പഠിച്ച സ്കൂളുകളെല്ലാം. അങ്ങനെ വീടിന് ഏറ്റവും അടുത്ത എഞ്ചിനീയറിംഗ് കോളേജ് കോതമംഗലമാണ്. അങ്ങനെയാണ് കോതമംഗലത്തെത്തിയത്. അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, ഏതപ്പ കോതമംഗലം എന്ന് പറഞ്ഞാൽ അതുപോലെ അറിയപ്പെടാത്ത ഒരു പ്രദേശമായിരുന്നു അന്ന് കോതമംഗലം. ഇന്ന് താങ്ക്സ് ടു മാർത്തനീഷ്യസ് കോളേജ് കോതമംഗലം ഒരു ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരായി മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ വരുമ്പം ഞാനുണ്ട്, ഞങ്ങളുടെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ബാബു ശ്രീയൊക്കെ, ജോർജ് TV, ഇവരുടെ യഥാർത്ഥ പേര് നമ്മൾ ഓർക്കുന്നില്ല, കാള എന്നൊക്കെയുള്ള പേരാണ് വരുന്നത്. അലക്സ് ഉണ്ട്, എല്ലാവരും എത്തി. അന്ന് കെന്നഡി ഹോസ്റ്റലിൽ പഴയ കാലത്തെ ഒരു പെട്ടിയൊക്കെ ഉണ്ടല്ലോ, ഒരു മെറ്റാലിക് പെട്ടിയൊക്കെ ആയിട്ട് വന്ന് പെട്ടിയൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമാണ്, കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകയാണ്. നീണ്ട 4 വർഷം ഇവിടെ താമസിക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത. അപ്പോൾ പലരും ആലോചിച്ചു, ഇത് വിട്ടിട്ട് നമുക്ക് പോയി ദേവമാതാ കോളേജിൽ ഓൾറെഡി BSc ഫിസിക്സിന് ചേർന്നിട്ടുണ്ട്, അത് കണ്ടിന്യൂ ചെയ്താൽ പോരെ, അതോ ഇത് വേണോ? അപ്പോൾ വന്ന് ചേർന്നപ്പം റാഗിങ്ങോ അതിനെക്കുറിച്ചൊന്നുമല്ല, വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൻ്റെ ആ ഒരു ഗൃഹാതുരത്വം, ആ ഒരു വിഷമമായിരുന്നു ഏറ്റവും കൂടുതൽ അന്ന് എന്നെ മതിച്ചിരുന്നത്. ഞാനും വിചാരിച്ചു ഒരുപക്ഷെ ഇത് തീർക്കാതെ ഞാനും ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുമോ എന്നുള്ള അന്നത്തെ ആ ഒരു വികാരത്തള്ളലിൽ ഞാനും ആലോചിച്ചിരുന്നു. ഈ ഉണ്ണി എന്തുകൊണ്ടാണ് ഈ 1980 സെപ്റ്റംബർ 2 29 നമ്പർ റൂമിൽ താമസിച്ചു? സാധാരണ അന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയേഴ്സ് കെന്നഡി ഹോറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുക, സെക്കൻഡ് ഇയർ ആകുമ്പം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മൂവ് ചെയ്യുക. പക്ഷേ സെക്കൻഡ് ഇയറിൽ ഉണ്ണി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല, എന്ത് പറ്റി? അത് ഞങ്ങൾ കുറച്ച് പേര് തീരുമാനിച്ചു, ഹോസ്റ്റലിൽ നിൽക്കുന്നതിനേക്കാൾ സൗകര്യം വെളിയിൽ വീടെടുത്തിട്ട്, അന്ന് വളരെ കാര്യമായിട്ട് ഞങ്ങൾ ആലോചിച്ചു, വെളിയിൽ വീടെടുക്കാം, എന്നിട്ട് നമുക്ക് അരിയും പച്ചക്കറിയും പലവ്യഞ്ജനവും ഒക്കെ മേടിച്ചിട്ട് രാവിലെ മുതൽ നന്ന ഭംഗിയായിട്ട് കുക്ക് ചെയ്യാം, നമ്മുടെ കുറുപ്പിൻ്റെ ഈ ആഹാരമൊന്നും കഴിക്കാതെ വളരെ വായ്ക്ക് രുചിയുള്ള ആഹാരം ഉണ്ടാക്കാം എന്നൊക്കെ കരുതി ഞങ്ങളവിടെ ഒരു വീടെടുത്ത് വീട്ടിലുള്ള 1 മാസത്തേക്കുള്ള സകല അരിയും പലവ്യഞ്ജനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ കുക്കിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒറ്റ ദിവസം പോലും അവിടെ കുക്കിങ് നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒറ്റ ദിവസം ഞങ്ങൾ കുക്ക് ചെയ്യില്ല, ആ സാധനം എല്ലാം അവിടെ ഇരുന്ന് പോയി. എല്ലാവരും പിന്നെ 1 കിലോമീറ്റർ നടന്നു വന്ന് നമ്മുടെ ഹോട്ടലുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, ഹോട്ടല് മഞ്ജു
മഞ്ജുവിൽ വന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിച്ചു. 1 വർഷം കഴിഞ്ഞപ്പം എങ്ങനെയെങ്കിലും തിരിച്ച് ഹോസ്റ്റലിൽ കയറിയാൽ മതിയെന്നായി. അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ അതിനല്പം വളച്ചൊടിച്ചെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിട്ട കുറേ കൂട്ടരുടെ കൂട്ടത്തിലാണ് ഞാനൊക്കെ പുറത്ത് പോയത്. അങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാ സത്യങ്ങളും പറയാൻ പാടില്ലല്ലോ. ഈ കോളേജിൽ വന്നപ്പോഴത്തേന് MA കോളേജിനെ പറ്റി, MA എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതൊരു ഭാഗ്യമായി കരുതുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് ഉണ്ണിയും എന്ന കാര്യത്തിൽ എനിക്ക് തീർച്ചയുണ്ട്. എന്നെ സംബന്ധിച്ചോളം കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷം കേരളത്തിലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ കിട്ടി. പക്ഷേ ഐ ഡിസൈഡഡ് ടു കണ്ടിന്യൂ ദർ ഇൻ കോതമംഗലം. കോതമംഗലം കോളേജിൽ 4 കൊല്ലമല്ല 5 കൊല്ലം പഠിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഇന്ന് ഞാൻ കരുതുന്നത്. ഞാൻ ഉണ്ണിയോട് ഒരു ചോദ്യം, ഇന്ന് കോതമംഗലം കോളേജ് വന്നപ്പോൾ ഉണ്ണിക്ക് അവിടുത്തെ ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങളായിട്ട് തോന്നി എന്തൊക്കെയായിരുന്നു? ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങൾ കോതമംഗലം കോളേജിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ്സ്, ബിഗ് പ്ലസ് പോയിന്റ്സ്. കോതമംഗലം കോളേജിൽ എനിക്ക് ഏറ്റവും എന്നെ ആ ക്യാമ്പസിനോട് അടുപ്പിച്ചത് ആ വിസ്തൃതമായ പച്ചപ്പ് നിറഞ്ഞ ക്യാമ്പസ് തന്നെയാണ്. വളരെ വിശാലമായ മലനിരകളും ചെരുവുകളും കുറ്റിക്കാടുകളും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സിനിമ കാണാനായിട്ട് ഇടയ്ക്കൂടെ പോകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഊളിയിട്ട് പായുന്ന കാട്ടുമുയലുകൾ. അതുപോലെ വൈകുന്നേരങ്ങളിലാവുമ്പോഴത്തേക്കും ചുമന്ന പൂക്കൾ നിറച്ച് പൂത്തു നിൽക്കുന്ന നമ്മുടെ വാഗമരങ്ങൾ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ അന്ന് കാറിൽ വരുന്ന വളരെ കുറച്ച് അധ്യാപകരേ ഉള്ളല്ലോ. ഒന്നായിരുന്നു ഡോക്ടർ രാജേന്ദ്രൻ, അല്ലെങ്കിൽ പിന്നെയുള്ളത് നമ്മുടെ മെട്രോളജി പഠിപ്പിച്ച ജയസക്. അപ്പോൾ ഇവരുടെ കാറ് കൊണ്ടുവന്ന് ഈ വാഗമരങ്ങളുടെ ചോട്ടിൽ രാവിലെ പാർക്ക് ചെയ്തിട്ട് അപ്പോൾ ഈ വാഗമരങ്ങൾ ഇങ്ങനെ പുഷ്പവൃഷ്ടി നടത്തുന്ന സമയമാണ്. നല്ല ചുമന്ന പട്ട് പരവതാനി അവിടെ വിരിച്ചു കിടക്കും. ഇവർ വൈകുന്നേരം കാർ എടുത്തുകൊണ്ട് പോയി കഴിയുമ്പം കാറിൻ്റെ ആകൃതിയിൽ മാത്രം പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ അതൊരു പ്രത്യേക വൈകുന്നേരം നടക്കാൻ പോകുമ്പം കാണുന്ന ഒരു പ്രത്യേക ഒരു ദർശനമായിരുന്നു അത്. എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ നമ്മുടെ ഹോസ്റ്റലിൻ്റെ മുമ്പിലുള്ള ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ നിന്ന് നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും ഈ അഴിച്ചു വിട്ടിരിക്കുന്ന പശു, ആട്, അങ്ങനെയൊക്കെയുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അതിനോടാണ് എനിക്ക് ഏറ്റവും പെട്ടെന്ന് അടുക്കാൻ പറ്റിയത്. പ്രധാനപ്പെട്ട കാര്യം. ഈ ഗ്രാമീണരെ ശല്യപ്പെടുത്താനായിട്ടൊക്കെ പോയിട്ടുണ്ടോ? ഗ്രാമീണരെ തീർച്ചയായിട്ടും ശല്യപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ താമസിക്കുമ്പം അടുത്തുള്ള വീടുകാർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഈ സിനിമയ്ക്ക് പോയിട്ട് വരുമ്പം വല്ലയിടത്തും കൊലച്ചു നിൽക്കുന്ന വാഴ കണ്ടം വെട്ടിക്കൊണ്ട് വരുന്ന അവരുടെ കൂടെയും കൂട്ടിയിട്ടുണ്ട്. അവിടെ തേങ്ങ പറിക്കാൻ പോയ സംഭവങ്ങളുണ്ട്. അങ്ങനെ സ്വല്പമൊക്കെ റിസ്ക് എടുത്തെങ്കിലും പിൽക്കാലത്ത് അതൊക്കെ ഓർക്കുമ്പം ഒരു രോമാഞ്ചമുണ്ടാകുന്ന ഒത്തിരി സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഉണ്ണിക്ക് അവരുടെ അധ്യാപകരോട് വലിയ ബഹുമാനമായിരുന്നു എന്നുള്ളതാണ്. അതായത് VSSCയിലെ ഏറ്റവും വലിയ ഒരു പൊസിഷൻ കിട്ടിയ ശേഷം ഉണ്ണി ചെയ്ത ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ പഠിപ്പിച്ച ബഹുമാന്യന് ഒരു അധ്യാപകൻ്റെ അനുഗ്രഹം മേടിക്കാനായി മൂവാറ്റുപുഴയിൽ എത്തിയെന്നുള്ളതാണ്. അതായത് രാജേന്ദ്രൻ സാറിൻ്റെ അനുഗ്രഹം മേടിക്കുവാനായി രാജേന്ദ്രൻ സാറിനെ പൊന്നാട അണിയിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, പിന്നീട് കാണിക്കാം. ഞാൻ അതിനുശേഷം രാജേന്ദ്രനെ സന്ദർശിക്കാനായി ഞാനും ജോൺ ഇമ്മാനുവലും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മിസസ് രാജേന്ദ്രൻ വളരെ അഭിമാനപൂർവ്വം ഉണ്ണി കൊടുത്ത ഒരു ഫലകം ഞങ്ങളെ കാണിക്കുകയുണ്ടായി. ഉണ്ണിക്ക് അങ്ങനെ ഇതുപോലെ ബഹുമാനം തോന്നിയ മറ്റുള്ള ഒരു അധ്യാപകരാരൊക്കെയായിരുന്നു കോതമംഗലം കോളേജിൽ? എനിക്ക് ബഹുമാനം തോന്നിയ, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു, S. രാമകൃഷ്ണൻ സാറ്, അതുപോലെ നമ്മുടെ നമ്പൂരിപ്പാട്. ഞാൻ നമ്പൂരി സാറിനെയും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണാൻ പോയിരുന്നു. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൊരു തിളക്കം, ഒരു നനവ്, കാര്യങ്ങളൊക്കെ മോൻ പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളിക്കത് എന്നെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതുപോലെ രാജേന്ദ്രൻ സാറ്, അതായത് ഒരു ചോക്ക് കൊണ്ട് ബോർഡിൽ ഒരു വൃത്തം വരച്ചാൽ നമ്മൾ കോമ്പസ് വെച്ച് വരച്ച പോലെ കൃത്യമായിരിക്കും. അദ്ദേഹം നൽകുന്ന പ്രൊജക്ഷൻസ്, ഓരോ ഡ്രോയിങ്ങിൻ്റെ പ്രൊജക്ഷൻസ്, അതിൽ നിന്ന് കാണുന്ന ഇൻസൈറ്റ്, അത് വളരെ എന്താ പറയുക, ഒരു എൻജിനീയറിങ് നമ്മുടെ ആ മേഖലയിൽ നമുക്കൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാനും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെയാണ് നമ്മളെ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിപ്പിച്ച CN പൗലോ സാറ്. അന്ന് അദ്ദേഹമാണെങ്കിൽ അന്ന് ഞങ്ങൾ അമിതാഭ് ബച്ചൻ എന്നാണ് വിളിച്ചിരുന്നത്. അമിതാഭ് ബച്ചൻ അന്ന് കൂലിയിൽ അഭിനയിച്ച് അപകടം പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ തമാശയ്ക്ക് പറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ബാക്കി ഭാഗം അഭിനയിക്കാൻ ചിലപ്പം CN പൗലോ സാറ് പോവും എന്നൊക്കെ പറയായിരുന്നു.
അതുപോലെ അദ്ദേഹം ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കപ്ലാൻ ടർബൈൻ പഠിപ്പിച്ചപ്പോൾ അതിനൊരു ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, അപ്പോൾ അതിലൊരു പ്രഷർ ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് അദ്ദേഹം വളരെ പ്രഷർ കുറഞ്ഞിടത്തേക്ക് എങ്ങനെയാണ് ഫ്ലോ നടക്കുക എന്നുള്ള ഒരു ഫണ്ടമെൻ്റൽ എനർജിയെക്കുറിച്ചുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ അത് വളരെയധികം അദ്ദേഹം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, അതിന് ഉത്തരം പറയും. അതായത് വിദ്യാർത്ഥികൾക്ക് അത് നമ്മുടെ ആ വിഷയം അതിനകത്തൊരു താല്പര്യം ഉണ്ടാക്കുക. അതുപോലെയായിരുന്നു JISEC. എത്രയോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ് ഈ മെട്രോളജി ആൻഡ് മെഷീൻ ടൂൾസ്. പക്ഷേ അദ്ദേഹം വന്നിട്ട് അത് ഭംഗിയായിട്ട് ഒരു പഞ്ചസാര കോട്ട് ചെയ്ത് ഒരു ചെറിയ ടാബ്ലറ്റ് പോലെ നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ പേരുകൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ കെമിസ്ട്രി പഠിപ്പിച്ച കെമിക്കൻ എന്ന് നമ്മൾ പറയുന്ന ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. നല്ല അധ്യാപകരാണ് മെയ്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു സമ്പത്ത്. അതെ, ഉണ്ണിയെ പറ്റിയുള്ള ഏറ്റവും മതിപ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത്, നോർമൽ വളരെ ചുരുക്കം ചില ആരെയും കണ്ടിട്ടുണ്ട്. ഉണ്ണി പഠിച്ചതിന് ശേഷം IIT-യിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനും മദ്രാസ് IIT-യിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡോക്ടറേറ്റ് പഠിപ്പിച്ചെങ്കിലും പല ഇൻ്റർവ്യൂസിലും ഉണ്ണി അഭിമാനപൂർവ്വം പറയുന്നത്, ഞാൻ പഠിച്ചത് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിലാണ്, തുടങ്ങിയത് അവിടെ നിന്നാണെന്നുള്ളതാണ്. ഒരുപക്ഷെ ചുരുക്കം ചില നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച ഉന്നതങ്ങളിലെത്തിയ ആൾക്കാർ പലപ്പോഴും വിമുഖത കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കോളേജിൽ പഠിച്ചു എന്ന് പറയുന്നതിനകത്ത്. നമുക്കേതായാലും കോളേജിൽ നിന്ന് അല്പം മാറി സഞ്ചരിക്കാം. ഇന്ന് നമ്മുടെ ISRO നമ്മുടെ രാജ്യത്തിന് അഭിമാനം നൽകാൻ പോകുന്ന ഒട്ടനവധി പ്രൊജക്റ്റുകൾ ഇന്ന് ISROയുടെ സൃഷ്ടിയിലുണ്ട്. പല പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിലെ 2 മെയിൻ പ്രൊജക്ട്സാണ്. ഒന്ന് ഗഗൻയാൻ പ്രൊജക്റ്റ്, ഒന്ന് മാൻ ഇൻ മൂൺ. അപ്പോൾ ഗഗൻയാൻ പ്രൊജക്റ്റിൻ്റെ പാർട്ടായിട്ട് ഹ്യൂമൻ സ്പേസ് സെൻറ്റർ ബാംഗ്ലൂർ, അതിൻ്റെ ഫൗണ്ടർ ഡയറക്ടറായിരുന്നു ഉണ്ണി. അവിടെ ആദ്യമായിട്ട് ആസ്ട്രോനോട്ട് ടെസ്റ്റിംഗ് സെൻറ്റർ ഡെവലപ്പ് ചെയ്ത ഉണ്ണിയാണ്. എന്താണ് ഇതിനെപ്പറ്റിയുള്ള ഉണ്ണിയുടെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളും? റോക്കറ്റ് ഉണ്ടാക്കി സാറ്റലൈറ്റ് വിടുക എന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ഒരുപക്ഷെ 60 വർഷമായിട്ട് പല രീതിയിൽ സൗണ്ടിങ് റോക്കറ്റിൽ തുടങ്ങിയതാണ്. എന്നാൽ ഒരു റോക്കറ്റ് ഉപയോഗിച്ച് വിട്ട ഒരു സാറ്റലൈറ്റ്, ഇപ്പോൾ ഒരു സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റിൽ എത്തിക്കഴിയുമ്പം അതിന് നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ഇപ്പോൾ 500 കിലോമീറ്റർ ആണെങ്കിൽ അത്ര പൊട്ടൻഷ്യൽ എനർജിയും, അതുപോലെ ഒരു സാറ്റലൈറ്റ് ഓർബിറ്റിൽ നിൽക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 8 km/s ആണ്. അതായത് 8000 m/s. അപ്പോൾ അതിന് ഹ്യൂജ് പൊട്ടൻഷ്യൽ എനർജിയും ഹ്യൂജ് കൈനറ്റിക് എനർജിയും ഉണ്ട്. അങ്ങനെ ഒരു ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റിനെ അതിൻ്റെ വെലോസിറ്റി പടിപടിയായിട്ട് കുറച്ച് കൊണ്ടുവന്ന് കൃത്യമായിട്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നോളജിയാണ് മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കണമെങ്കിൽ. കാരണം നമുക്കവരെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെയാണ് 2007 സ്പേസ് ക്യാപ്സ്യൂൾ റിക്കവറി എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിൽ ഞാൻ IISc-ലെ പഠനം കഴിഞ്ഞ് വന്നപ്പം അതിലാണ് അതിന് ഇട്ടിരുന്നത്. അപ്പോൾ അതിൽ ആ ഒരു 7 വർഷക്കാലം ആ പ്രോജക്റ്റ് 2007 അത് ലോഞ്ച് ചെയ്തു. 1 തുടങ്ങിയത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് 140 കിലോമീറ്റർ അകലെ കടലിൽ കൊണ്ട് വളരെ കൃത്യതയോടുകൂടി ആ പേടകത്തെ ഇറക്കാൻ സാധിച്ചു. അതാണ് ശരിക്കും നമുക്കൊരു ആത്മവിശ്വാസം നൽകിയത്, മനുഷ്യനെ നമുക്ക് വിടാൻ പറ്റും. അതിനുശേഷം 2004 ഇതിൻ്റെ സ്റ്റഡീസ് തുടങ്ങി. 2007-09 കാലഘട്ടത്തിലൊക്കെ ഇതിന് വേണ്ട ക്രിട്ടിക്കൽ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ ഏറ്റെടുത്തു. അതിൽ കൂടെ നമ്മൾ ഈ ക്രൂവിനെ ഇരുത്തുന്ന വലിയ ക്രൂ മൊഡ്യൂളുണ്ടല്ലോ, ആ ക്രൂ മൊഡ്യൂളിൻ്റെ ഒരു ഫുൾ സൈസ് ഏതാണ്ട് 125 കിലോമീറ്ററിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിനെ തിരിച്ച് സേഫായിട്ട് ലാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2019 പ്രോജക്റ്റ് തുടങ്ങുമ്പോഴാണ് ഈ പറയുന്ന പുതിയ സെൻറ്റർ, അതായത് ഈ ISROയുടെ യങ്ങസ്റ്റ് സെൻറ്റർ ഇൻ ബാംഗ്ലൂർ, ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ സ്ഥാപക ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞതും അന്നാണ് ഞങ്ങൾ ഈ അസ്ട്രോനോട്ട്സിനെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയില്ല എങ്ങനെയാണ് അസ്ട്രോനോട്ട്സിനെ റിക്രൂട്ട് ചെയ്യേണ്ടത്, ആരാണ് അസ്ട്രോനോട്ട്സ്. അപ്പോഴാണ് എയർഫോഴ്സിൽ നിന്നുള്ള ആൾക്കാരിലേക്ക് തിരിഞ്ഞത്. ടെസ്റ്റ് പൈലറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ട്. അതായത് ഒരു വിമാനം ആദ്യമായിട്ട് പറപ്പിക്കുന്ന ആൾക്കാർ. അവരാണ് എന്തുകൊണ്ടും അവരുടെ ആ റെസ്പോൺസ്, ക്വിക്ക്നെസ്, അലേർട്ട്നെസ്, പെട്ടെന്നുള്ള ഡിസിഷൻ മേക്കിംഗ്, ഇതിലൊക്കെ അവർ അസ്ട്രോനോട്ട്സിനോട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. അങ്ങനെയാണ് അവരുടെ ഒരു സെലക്ഷൻ നടന്നു. നമ്മുടെ 4 അസ്ട്രോനോട്ട്സിനെ സെലക്ട് ചെയ്ത് അവർ റഷ്യയിൽ പോയിട്ട് ഏതാണ്ട് 1.25 വർഷത്തോളം അവിടെ ഒരു ജനറിക് സ്പേസ് ഫ്ലൈറ്റ് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ഗഗൻയാൻ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ട്രെയിനിങ്, നമ്മുടെ വാഹനം, നമ്മുടെ ക്യാപ്സ്യൂൾ, നമ്മുടെ എൻവറോൺമെൻറ്റൽ കൺട്രോൾ, ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, അതുപോലെ നമ്മുടെ പ്രത്യേക പരിസ്ഥിതിയിൽ അവരെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, അതിനാണ് നമ്മൾ നമ്മുടേതായ സ്വന്തം അസ്ട്രോനോട്ട് ട്രെയിനിങ് സെൻറ്റർ ബാംഗ്ലൂർ തുടങ്ങി. അവരിപ്പോൾ അവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം
ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ നമ്മുടെ ആദ്യത്തെ മനുഷ്യനില്ലാത്ത അൺമാൻഡ് ഗഗൻയാൻ്റെ ആദ്യത്തെ മനുഷ്യനില്ലാത്ത ദൗത്യം നടക്കും. അതോടുകൂടി പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീ പുരുഷ സമത്വം പറയുന്നതാണ്, എന്തുകൊണ്ടാണ് ഈ അസ്ട്രോനോട്ട്സിനെ സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് 4 മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ്? അതിൽ ഒരു മലയാളി ഉണ്ടെന്നതിലും നമുക്ക് വലിയ അഭിമാനമാണ്, പ്രശാന്ത് നായർ. എന്തുകൊണ്ടാണ് പക്ഷേ ഈ ഫീമെയിൽസിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തത്? ശരിക്കും നമ്മുടെ ആദ്യം ഇത് മാൻ മിഷൻ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞാൻ തന്നെയാണ് പിന്നെ അതിനെ മാറ്റിയിട്ട് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ ആക്കി. അതായത് പേരിൽ തന്നെ ഒരു ജെൻഡർ എന്നുള്ള ഒരു ഭാഗം എടുത്തു കളഞ്ഞു. രണ്ടാമത് ഞങ്ങൾ എയർഫോഴ്സുമായിട്ട് ഡിസ്കഷൻ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞിങ്ങനെയാണ്, ഞങ്ങൾക്ക് 50% വിമൻ വേണം. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇന്ത്യൻ എയർഫോഴ്സിൽ ആ സമയത്ത് ടെസ്റ്റ് പൈലറ്റ്സ് ആയിട്ട് വനിതകളാരും എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോൾ എത്തിക്കാണും. അതുകൊണ്ടാണ് നമ്മൾക്ക് ആദ്യം ഈ പറയുന്ന മെൻ മാത്രം സെലക്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ വനിതകളെ കൊണ്ട് പോകുമ്പം അതിന് വേണ്ട തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത പരിഗണനയിൽ തീർച്ചയായിട്ടും വനിതകളും ഭാഗമാവും. പക്ഷേ അവർക്ക് വേണ്ട ടെക്നോളജീസും അല്പസ്വല്പം ഡിഫറെൻ്റാണ്. മനുഷ്യൻ്റെ ആണും ആയാലും പെണ്ണായാലും ഈ മൈക്രോഗ്രാവിറ്റി അല്ലെങ്കിൽ വെയ്റ്റ്ലെസ്നെസ്സിലേക്ക് പോകുമ്പോൾ ഉള്ളായിരുന്ന അവരുടെ റെസ്പോൺസ്, അവർക്ക് വേണ്ട വേസ്റ്റ് കളക്ഷൻ സിസ്റ്റം, ഇതൊക്കെ വ്യത്യാസമാണ്. അവരുടെ റിതം പല നമുക്കറിയാമല്ലോ ഫിസിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലൈറ്റ് സ്യൂട്ട്, വേസ്റ്റ് കളക്ഷൻ സിസ്റ്റം, ഇതെല്ലാം ഡിഫറെൻ്റാണ്. പക്ഷേ തീർച്ചയായിട്ടും അതൊരു പരിമിതി വിമൻ എന്നുള്ളതല്ല, അവൈലബിൾ അല്ലായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ വരും. ഓക്കെ, നമ്മുടെ ഫ്യൂച്ചർ മിഷൻസിൽ വിമനും അവൈലബിളായിട്ട് വരട്ടെ എന്ന് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം, അതിനായിട്ട് ആശംസിക്കാം. എന്നാണ് നമ്മുടെ ഈ ആൾക്കാരെ സ്പേസിലേക്ക് തെക്കിയിരിക്കുന്ന ടാർഗറ്റ് ഡേറ്റ് എന്നാണ്? ടാർഗറ്റ് ഡേറ്റ് ഏത് വർഷമാണ്? ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും ടാർഗറ്റ് ആരോടും പറയരുത്. കാരണം ഈ ടാർഗറ്റ്സുകൾ നമ്മുടെ കയ്യിലല്ല. ഒരു ലോഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിന്ന് വിചാരിക്കുക അടുത്ത 15-ാം തീയതി ഞാനൊരു ലോഞ്ച് നടത്താം എന്ന് വിചാരിച്ചാൽ അതിന് പല വിധ കാര്യങ്ങൾ പാസ് ചെയ്താൽ അന്നാൽ ലോഞ്ച് നടക്കുള്ളൂ. ഒന്ന്, കാലാവസ്ഥ വളരെ അനുകൂലമായിരിക്കണം. 2, ഈ പറയുന്ന നോട്ടം എന്ന് പറയുന്ന, അതായത് ഈ റോക്കറ്റ് പോകുന്ന വഴി കൂടെ എല്ലാ ഷിപ്പുകളും വിമാനങ്ങളും എല്ലാം നിർത്തണം. അതിനുവേണ്ടി നമ്മളൊരു മാസങ്ങൾക്ക് മുമ്പേ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പെടുക്കണം. അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഡേറ്റ് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ അടുത്ത 2 വർഷങ്ങൾക്കകം, 2-3 കൊല്ലത്തിനകം നമ്മുടെ ഇന്ത്യക്കാരൻ ഇന്ത്യൻ വാഹനത്തിൽ 400 കിലോമീറ്ററുള്ള സ്പേസിൽ പോയി ഏതാണ്ട് ഫ്യൂ ഡേയ്സ് സ്പെൻഡ് ചെയ്ത ശേഷം സുരക്ഷിതമായിട്ട്, അതാണ് അണ്ടർസ്കോർ ചെയ്യുന്നത്, സുരക്ഷിതമായിട്ട് തിരിച്ച് ഇന്ത്യൻ വാട്ടേഴ്സിലെത്തും എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇന്ത്യക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന അച്ചീവ്മെൻറ്റ്സ് കൈവരിച്ചിരിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ISROയുടെ അടുത്ത ഒരു മിഷനാണ് മാൻ ഇൻ മൂൺ. ഞാൻ കേട്ടതോടൊപ്പം ഞങ്ങളുടെ ഒരു ഫംഗ്ഷനെ ഒന്ന് പറഞ്ഞത് 2040 നമ്മൾ നമ്മുടെ ഇന്ത്യക്കാരനെ ചന്ദ്രനിൽ എത്തിക്കുക എന്നുള്ളതാണ്. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇപ്പോഴത്തെ പരീക്ഷണങ്ങൾ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പേസിൻ്റെ ഏരിയയിൽ നമ്മുടെ അമൃത് കാൽ, അതായത് 2047 ഇന്ത്യ 100 വർഷം തികയ്ക്കുന്ന ആ കാലം വരെ ഉള്ള സ്പേസ് പ്രോഗ്രാംസ് വളരെ ഡിഫൈൻഡാണ്. ഇപ്പോൾ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഗഗൻയാൻ നടത്തുന്നു. ഗഗൻയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, അതായത് നമ്മൾ ഒരു ക്യാപ്സ്യൂളിൽ ഓർബിറ്റിൽ പോയി കുറച്ച് നേരം 1, 2, 3 ദിവസം നിൽക്കാം. അത് ഒരു വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ക്രാംഡ് സ്പേസാണ്. തീർച്ചയായിട്ടും മനുഷ്യൻ മൈക്രോഗ്രാവിറ്റി കണ്ടീഷനിൽ കൂടുതൽ നാളുകൾ അല്ലെങ്കിൽ ആഴ്ചകൾ, മാസങ്ങൾ നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് സ്റ്റേഷൻ വേണം. അതായത് ഒരു ഫ്ലോട്ടിംഗ് ഹോം. അപ്പം നമ്മുടേതായ ഒരു സ്പേസ് സ്റ്റേഷൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രോജക്റ്റ് അപ്രൂവലായില്ല, പക്ഷേ അതിന് വേണ്ടിയുള്ള സ്റ്റഡീസ് തുടങ്ങുകയാണ്. 2028 മുതൽ 35 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടേതായ സ്വന്തമായ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചന്ദ്രനിൽ പോയി വളരെ സോഫ്റ്റായിട്ട് ലാൻഡ് ചെയ്തു. ഇപ്പം നമുക്കറിയാം പല രാജ്യങ്ങളും ഈ സമയങ്ങളിൽ നടന്നെങ്കിലും റഷ്യ, പല രാജ്യങ്ങളും, പക്ഷേ അത് പരാജയമായിരുന്നു. ഒരു ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ സങ്കീർണതയുള്ളൊരു സാങ്കേതിക വിദ്യയാണ്. ലാൻഡ് ചെയ്താൽ പോരാ, അവിടെ നിന്ന് നമുക്ക് ആവശ്യമായ സാമ്പിളുകൾ എടുത്ത് ഇതേ പ്രോസസ്സ് തിരിച്ച് ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്യുക. അങ്ങനെ ഒരു സാമ്പിൾ റിട്ടേൺ മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ 2040 ആകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തുള്ള നമ്മുടെ LVM-3 എന്ന് പറയുന്ന റോക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് അതിന് വേണ്ട ശക്തമായ
റോക്കറ്റുകൾ വികസിപ്പിക്കുന്നതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അത് എല്ലാം അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് അപ്രൂവൽ വരുമ്പോൾ വി വിൽ ടേക്ക് ഇറ്റ് അപ്പ്. അങ്ങനെ വളരെ സങ്കീർണമായൊരു ടെക്നോളജിയാണ് ചന്ദ്രനിൽ പോയി ഇറങ്ങി തിരിച്ചു വരിക എന്നുള്ളത്. സാറ്റലൈറ്റ് വിടുന്ന പോലല്ല നമുക്കറിയാം ഒരു മനുഷ്യനെ കയറ്റി വിടും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊജക്ട്സിൽ പലരും, അതായത് നമ്മൾ ചെയ്ത മംഗൾയാൻ പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മൾ ചെയ്ത ചന്ദ്രയാൻ 3 പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞാലും കോസ്റ്റ് വൈസ് നമ്മൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ്. എനിക്കൊന്ന് ചന്ദ്രയാൻ 3യുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് $75 മില്യൺ മറ്റോ ആണ്. അതായത് UK ഒരു ലക്ഷറിയസ് ഒരു വില്ലയുടെ കോസ്റ്റിനേക്കാളും കുറവാണ് നമ്മുടെ ഒരു ചന്ദ്രയാൻ 3 പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാം ഗവൺമെൻറ് ചെലവ് വഹിക്കാതെ ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും കൂടെ ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ വരുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ലോകത്ത് നിന്നുള്ളതെന്ന് പറയുന്നത് മൊത്തം ഈ സ്പേസ് ബിസിനസ് എന്ന് പറയുന്നത് ഏതാണ്ട് $450 to $500 ബില്യൺ ആണ് ഇന്നത്തെ ബിസിനസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 2035 ആകുമ്പോഴത്തേന് ഏതാണ്ട് 1.8 ട്രില്യൺ ആകുമെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഇത്രയൊക്കെ ഈ സ്പേസിൽ അച്ചീവ്മെൻറ്റ്സ് നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ 450 to 500 ബില്യൺ എന്ന് പറയുന്ന അതിലെ നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിജിറ്റായിട്ട് തുടരുന്നത്? അത് തീർച്ചയായിട്ടും സ്പേസ് ആദ്യകാലത്ത് ഇത് തുടങ്ങിയ 50-കൾ 60-കളിൽ ഇതൊരു സ്റ്റേറ്റിൻ്റെ കീഴിലുള്ളൊരു ടോട്ടലി സ്റ്റേറ്റിൻ്റെ കീഴിലാണ് റഷ്യ, ഏത് രാജ്യത്തായാലും. കാരണം അന്ന് ഇതിൽ വലിയ റിട്ടേൺസ് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പം കാലം മാറുകയാണ്. പലയിടത്തും ഇപ്പം അമേരിക്കയിലാണ് സ്പേസ് എക്സ് പോലുള്ള കമ്പനികൾ ഇവൺ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിനപ്പുറം അതിനപ്പുറം പല കാലങ്ങളപ്പുറം അവർ നേട്ടങ്ങൾ കൊയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തും ഈ സ്പേസ് ഓപ്പൺ ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ അൺലോക്കിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് സ്പേസ് എന്നൊരു പ്രോഗ്രാം ഒരു 3-4 കൊല്ലം മുമ്പ് തുടങ്ങുകയും അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്പേസ് എന്നൊരു സിംഗിൾ വിൻഡോ സംവിധാനം ഇപ്പോൾ ഉണ്ട്. ആ ഇൻസ്പേസ് എന്ന് പറയുന്നത് അതിനൊരു സെക്രട്ടറി ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ ഈ പറയുന്ന നോൺ ഗവൺമെൻറ്റൽ എൻറ്റിറ്റീസ് ആർക്ക് വേണേലും സ്റ്റാർട്ടപ്പുകളാവാം അല്ലെങ്കിൽ പ്രൈവറ്റ് ഫേംസ് ആവാം, അവർക്ക് സ്പേസ് പ്രോഗ്രാമിൽ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ISROയുടെ ഫെസിലിറ്റീസ്, ISROയുടെ എക്സ്പേർട്ടീസ് എല്ലാം ഈ ഒരു ഏകജാലക സംവിധാനത്തിൽ കൂടെ ജനങ്ങൾക്ക് ലഭ്യമാണ്, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് ലഭ്യമാണ്. പക്ഷേ ഇന്നിപ്പം നമുക്ക് പറയാം അത് തുടങ്ങി ഏതാണ്ട് 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് ഇന്ത്യയിൽ മോർ ദാൻ 150 സ്പേസ് സ്റ്റാർട്ടപ്പുകളുണ്ട്. 150-ൽ കൂടുതൽ സ്പേസ് സ്റ്റാർട്ടപ്പുകളുണ്ട്. അതിൽ ഓൾറെഡി ഒരു സ്റ്റാർട്ടപ്പ് സ്കൈറൂട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഒരു സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു കമ്പനി റോക്കറ്റ് സെമി ക്രയോ ബേസ്ഡ്, അതായത് സെമി ക്രയോ എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ടെക്നോളജിയാണ്, അത് വെച്ചിട്ടുള്ള ഒരു സൗണ്ടിങ് റോക്കറ്റ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല സ്റ്റാർട്ടപ്പുകളും സ്പേസിലെ സാറ്റലൈറ്റ് ഡാറ്റ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ വേണ്ടിയിട്ട് പല സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോൾ ഈ ലാൻഡ് കൈമാറ്റം, വസ്തു കൈമാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാം എൻകംബറൻസ്, നോൺ എൻകംബറൻസ്, അതുപോലുള്ള പല കാര്യങ്ങൾ. അതിപ്പോൾ സാറ്റലൈറ്റ് ബേസ്ഡ് ഡാറ്റ ഉപയോഗിച്ചിട്ട് വളരെ കൃത്യതയോടുകൂടി പണ്ട് മാസങ്ങളെടുത്തിരുന്ന കാര്യങ്ങൾ ഇന്ന് ദിവസങ്ങൾക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിൽ ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കുന്ന സ്റ്റാർട്ടപ്സുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ നമ്മുടെ സ്പേസ് സെക്ടറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിംഗിൾ ഡിജിറ്റ് എന്ന് പറയുന്നതിന് 2 ഡിജിറ്റ് ആക്കാനാണ് ഈ പറയുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും കൂടെ ഒന്നിച്ച് ശ്രമിക്കുന്നത്. സ്പേസ് തീർച്ചയായിട്ടും എമേർജ് ചെയ്യുന്ന ഹ്യൂജ് പൊട്ടൻഷ്യലുള്ളൊരു ബിസിനസ്സാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 1 മണിക്കൂറിലെ 1 മിനിറ്റ് സാറ്റലൈറ്റുകൾ പണിമുടക്കിയാൽ നമ്മുടെ ജീവിതം എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന്. നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാതാവും, ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാതാവും, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവും. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലും പലയിടത്തും ഇൻ്റർനെറ്റ് സംവിധാനം ഇല്ലാതാവും. അതുകൊണ്ട് സ്പേസ് നമ്മുടെ എല്ലാവരുടെയും ടച്ച് ചെയ്യാണ് ലൈഫിനെ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലുള്ളാകുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും വളരെ വലുതാണ്. നമ്മുടെ രാജ്യവും അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ 2 അക്ക ഡിജിറ്റിലേക്ക് ആകുകയാണെങ്കിൽ ഇതിന് നല്ല രീതിയിലുള്ള ഒരു പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇതിന് വേണം. ഇതിന് വേണ്ടത് ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മുന്തിയ കമ്പനികൾ ഏത് ഫീൽഡ് എടുത്തെന്ന് പറഞ്ഞാലും സ്പേസ് എക്സ് പോലെയുള്ള കമ്പനികളുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ഈ സ്പേസിൻ്റെ അത്രയും എത്തിയില്ലെങ്കിലും ആ രീതിയിൽ വരുന്ന ഒരു പ്രൈവറ്റ് കമ്പനികളെ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയില്ല. തീർച്ചയായിട്ടും ഒന്നായിരിക്കുകയല്ല, 1-ൽ കൂടുതൽ കമ്പനികൾ അവിടെ വരാം. അതിന് വേണ്ട ഒരു ഫെർട്ടൈലായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഓരോ പ്രസ്ഥാനത്തിനും അതുപോലെ വികസിച്ച് വരാനായിട്ട് അതിൻ്റേതായ ഒരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട്. 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ അല്ല വരുന്നത്. അതിന് ടേക്ക് സം ടൈം. ആ ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു വികസനം നടക്കുന്ന സമയമാണ്.
തീർച്ചയായിട്ടും ഇപ്പോൾ പല കമ്പനികളും റോക്കറ്റുകളും നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അവരതിലേക്ക് വരുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും വളരെ എനിക്ക് തോന്നുന്നത് വളരെ നല്ല ഭാവിയാണ് നമ്മുടെ ബഹിരാകാശ രംഗത്ത് നാളേക്കെന്നുള്ളതാണ്. ഈ സ്പേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം ഇപ്പം വളരെ ചുരുക്കം ചില രാജ്യങ്ങളാണ് സ്പേസ് സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നത്. അപ്പം സ്പേസ് പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഈ കാർബൺ എമിഷൻ്റെ ഒക്കെ ഇന്ന് വലിയ കാതലായിട്ട് വിഷയം വരുന്നതിന് കാരണം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഭാരതം പോലെയുള്ള ഒത്തിരി രാജ്യങ്ങൾ പൂർ രാജ്യങ്ങളായിരുന്നു. അതൊന്നും അവിടെ നിന്ന് എത്തിയിട്ടില്ലായിരുന്നു. വീണ്ടും അന്ന് പൂറായിട്ടോ അല്ലെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള നേഷൻസ് ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവിടുത്തെ കാർബൺ എമിഷൻസ് കൂടുകയും എന്നെങ്കിൽ ഇതിൻ്റെ എല്ലാ ഫലങ്ങളും അനുഭവിച്ച രാജ്യങ്ങൾ ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പണം മുടക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നതാണുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇതേ ഒരു വിഷയം തന്നെ ഈ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടും വരില്ല. ബിക്കോസ് നമ്മൾ നടത്തുന്ന പരീക്ഷണങ്ങളെല്ലാം നടത്തുമ്പോഴും നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട സാറ്റലൈറ്റ്സും എല്ലാം കൊണ്ട് ഈ സ്പേസ് പൊല്യൂട്ടഡ് ആകുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മളെപ്പോലെയുള്ള 3-4 രാജ്യങ്ങൾ, നമ്മളെപ്പോലെ ഇന്ന് ചെയ്യാത്ത രാജ്യങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾ പറയും അവർ ഇതിൻ്റെ വില കൊടുക്കേണ്ടി വരില്ല ഈ സ്പേസ് പൊല്യൂട്ടഡ് ആകുന്നതിന്. സ്പേസിലേക്ക് റോക്കറ്റുകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ ദിവസവും സാറ്റലൈറ്റ് വിടുകയാണെങ്കിൽ, റോക്കറ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഭൂമിയിലെ ജീവിക്കാനുള്ള അവസ്ഥ തന്നെ വളരെ മോശമാവും. അതുകൊണ്ടാണ് ഇപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷനിൽ ഗ്രീൻ പ്രൊപ്പൽഷൻ എന്നുള്ള സങ്കല്പം നമുക്കറിയാമല്ലോ. ക്രയോജനിക് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ വളരെ അത് പ്രൊപ്പൽഷൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നാൽ വാട്ടറും അതുപോലുള്ള ഹൈഡ്രജൻ പോലുള്ള കാര്യങ്ങളാണ്. ഗ്രീനാണ് ടോട്ടലി. അതുപോലെയാണ് സെമി ക്രയോ. അതുകൊണ്ട് ലോകമെമ്പാടും കൺട്രീസ് ഇതുപോലെ സെമി ക്രയോ അല്ലെ ക്രയോജനിക് പ്രൊപ്പൽഷൻ, ഗ്രീൻ പ്രൊപ്പൽഷൻ അതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുകയാണ്. അതുകൊണ്ടുള്ള ഗുണം ഇതുപോലെയാണ്. പ്രകൃതിക്കുണ്ടാകുന്ന ഈ പറയുന്ന സന്തുലിതാവസ്ഥയിലുണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് കുറയും. രണ്ടാമത്തെ കാര്യം, നമ്മൾ വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റും അതുപോലെ ഈ സാറ്റലൈറ്റിൻ്റെ ലോഞ്ച് വെഹിക്കിളിൻ്റെ അവസാനത്തെ സ്റ്റേജും രണ്ടും ഓർബിറ്റിലെത്തും. ആ സ്റ്റേജ് അവിടെ കിടക്കുകയാണ്, അതൊരു ഡെബ്രിയാണ്. അതുപോലെ ഈ ചത്ത സാറ്റലൈറ്റുകളും ഡെബ്രിയാണ്. അപ്പം നമുക്ക് ഭൂമിക്ക് ചുറ്റും സാറ്റലൈറ്റുകൾ 10,000 മനുഷ്യൻ നിർമ്മിച്ച ഡെബ്രികൾ കാരണം അത് ഒരു പല രീതിയിലുള്ള ത്രെട്ടുണ്ട്. ഒന്ന് സാറ്റലൈറ്റുകൾക്കുള്ള ത്രെട്ട്, ഇത് വന്ന് ഹിറ്റ് ചെയ്യാം. ഇത് വളരെ കൂടിയ വേഗത്തിലാണ് പറക്കുന്നത്. ഏതാണ്ട് 8 മുതൽ 15 km/s ഈ ഡെബ്രികൾ പറക്കുന്നത്. രണ്ടാമത് ഈ ഡെബ്രികൾ തമ്മിൽ കൂട്ടിമുട്ടി കൂടുതൽ ഡെബ്രികളുണ്ടായി വീണ്ടും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പം മനുഷ്യനെ വഹിക്കുന്ന വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഈ ഡെബ്രി ഒരു വലിയ ത്രെട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഡെബ്രിക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഡെബ്രി വന്ന് ഇടിച്ചാലും തുളഞ്ഞു പോകാത്ത രീതിയിലാണ് ഈ ഗഗൻയാൻ പോലുള്ള വാഹനങ്ങൾ രൂപകൽപ്പനയായിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ എഫർട്ട് ഇടേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ PSLVയുടെ ഫൈനൽ സ്റ്റേജിനെ നമ്മൾ PS4 എന്നാണ് പറയുന്നത്. അതായത് സാറ്റലൈറ്റ് വിട്ട് കഴിഞ്ഞാൽ ആ സ്റ്റേജ് വെറും ഒരു ഡെബ്രിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ സ്റ്റേജിൽ സോളാർ പാനലുകളും കൂടുതൽ ബാറ്ററിയും വെച്ചിട്ട് അതിനെ ഒരു ഓർബിറ്റിംഗ് പ്ലാറ്റ്ഫോമാക്കി ഏതാനും ആഴ്ചകളോ മാസങ്ങളോ അന്തരീക്ഷത്തിൽ നിർത്തുക. അതിൽ സ്റ്റാർട്ടപ്സുകളും അതുപോലെ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിനും എന്തെങ്കിലുമൊക്കെ പേലോഡ് ഉണ്ടെങ്കിൽ ആ പേലോഡ് വെച്ചിട്ട് അതിൽ നിന്നുള്ള ഡേറ്റ കൊടുക്കുക. ആ കാലാവധി കഴിയുമ്പം അതിലുള്ള പ്രൊപ്പൽഷൻ ഉപയോഗിച്ച് അതിനെ ഒരു താഴത്തെ ഓർബിറ്റിലേക്ക് കൊണ്ടുവരിക. ഒരു 300 അല്ലെങ്കിൽ 250 കിലോമീറ്റർ. ഈ 250 കിലോമീറ്റർ ഓർബിറ്റ് എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ്. അവിടെ ഓരോ ആഴ്ചയിൽ 2 ആഴ്ച കൂടുതൽ ഒരു സാറ്റലൈറ്റ് നിൽക്കാൻ പറ്റില്ല, കാരണം അവിടെയുള്ള ഡ്രാഗ് കാരണം. അങ്ങനെ അത് തിരിച്ച് ഭൂമിയിൽ പതിച്ച് കത്തിപ്പോവും. അങ്ങനെ PSLVയുടെ കഴിഞ്ഞ മിഷനിൽ 0 ഡെബ്രി ലോഞ്ചായിരുന്നു. സാറ്റലൈറ്റ് മാത്രമേ ഉള്ളൂ. PS4നെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. ഒരു ഡെബ്രി സ്റ്റേജിനെ എങ്ങനെ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമാക്കാം, അതിനെ പിന്നെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളത്. ഇപ്പോൾ ഈ ലോകത്താരും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ അച്ചീവ് ചെയ്തതെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ അതേപടി ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ തുടക്കകാലത്ത് നമുക്ക് റഷ്യയിൽ നിന്ന് ഒത്തിരി സഹായങ്ങൾ ലഭിച്ചിരുന്നു. നേരെ തിരിച്ച് ഈ 1963 അന്നാണ് ആദ്യമായിട്ട് നവംബർ 21 നമ്മൾ ആദ്യത്തെ റോക്കറ്റ്, അന്നൊരു സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. 63 നിന്ന് 60 വർഷം പിന്നിടുമ്പോൾ നമ്മൾ എനിക്കൊന്ന് വളരെയധികം മുമ്പോട്ട് പോയി വളരെയധികം കാര്യങ്ങൾ നമ്മൾ ഇൻഡിജിനസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് എൻ്റെ അറിവും ഞാൻ വായിച്ചിട്ടുള്ളതും ഉണ്ണി പറഞ്ഞു കേട്ടുള്ളതും. അതെ, നമ്മൾ PSLV ആയിട്ട് ഏത് റോക്കറ്റ് ആയാലും ഇന്ന് നമുക്ക് വളരെ അഭിമാനപൂർവ്വം പറയാം, അതിനകത്തെ 90% കൂടുതൽ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, അതിലെ ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ എല്ലാം തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ്. അതായത് വലിയ ഫോർജിങ്ങൾ 4 മീറ്റർ 5 മീറ്റർ ഡയമീറ്ററുള്ള ഫോർജിങ്ങൾ ഉണ്ടാക്കാവുന്ന കമ്പനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ
പ്രത്യേകതരം ഹൈ സ്ട്രെങ്ത് മാനേജിങ് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞ പ്രത്യേകതരം സ്റ്റീലുകൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ വികസിപ്പിക്കുകയാണ്. ഈ ഇലക്ട്രോണിക്സ് കോമ്പണൻസ് അതിനൊഴികെ അതിൽ മാത്രമാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻസ് ഉള്ളത്. പക്ഷേ കോമ്പണൻസ് മാത്രമേ ഉള്ളൂ. കോമ്പണൻസിനെ പാക്കേജായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ സിസ്റ്റമായിട്ട് മാറ്റുന്നതിനുള്ള ടെക്നോളജി ഇന്ന് ഇസ്രോയ്ക്ക് മാത്രമല്ല, ഇസ്രോ വികസിപ്പിച്ചെടുത്ത ഒരു ഹാഫ് ഡസൻ പ്രൈവറ്റ് ഫേംസിനും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന സ്വയം പര്യാപ്തതയിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ്റിനൊരു ശക്തമായൊരു ഡ്രൈവുണ്ട് സെമി കണ്ടക്ടർ ഏരിയയിൽ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ആ മേഖലയിൽ നമുക്ക് നമ്മുടേതായ ഒരു ഫുഡ് ഹോൾഡ് വന്നാൽ ഒരുപക്ഷെ 100% നമ്മൾ സ്വയം പര്യാപ്തമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നമ്മുടെ ഹാഫ് ആൻ അവർ അലോട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഓപ്പൺ ക്വസ്റ്റ്യൻസിനുള്ള സമയമാണ്. എനിബഡി ഹു വാണ്ട്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ഉണ്ണിക്ക് റിഗാർഡിംഗ് എനിത്തിങ്? ഐ എം ഹാവിംഗ് വൺ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ഇവിടെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ഒരു ലോഞ്ച് പാഡും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ചന്ദ്രനിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് ആ റോക്കറ്റ് എങ്ങനെയാണ് അവിടെ നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ളൊരു ലോഞ്ച് പാഡോ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല. എങ്ങനെയാണ് അത് ടേക്ക് ഓഫ് ചെയ്യുന്നത് അവിടെ നിന്ന്? ഇവിടെയാണ് ഗ്രാവിറ്റിയുടെ വ്യത്യാസം. എർത്തിൻ്റെ ഗ്രാവിറ്റിയെ അപേക്ഷിച്ച് ചന്ദ്രനിലെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 1/6 ആണ്. അതായത് എർത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നൊരു വാഹനം അതിൻ്റെ പ്രധാന എനർജി ഉപയോഗിക്കേണ്ടത് ഗ്രാവിറ്റിയെ തോൽപ്പിച്ച് അതിൽ നിന്ന് വിടുതി നേടി മൂണിൻ്റെ ഗ്രാവിറ്റി പോകാമെന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് 50 മീറ്റർ ഉയരമുള്ള അല്ലെങ്കിൽ 60 മീറ്റർ ഉയരമുള്ള ഒരു വാഹനമാണെങ്കിൽ അവിടെ വരുമ്പോൾ അത് 1/6 ആയിട്ട് പോകും. അതൊരു 10 മീറ്ററോളം മതി. അതായത് ഇവിടുന്ന് പോകുന്ന ഒരു മൊഡ്യൂൾ അതിൻ്റെ ലെഗോട് കൂടി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രൊപ്പൽഷൻ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സർവീസ് ലോഞ്ച് പാഡിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു ഹ്യൂജ് വെഹിക്കിൾ ബിൽഡ് ചെയ്യുക, അതിലെ പ്രൊപ്പല്ലൻറ്റുകളെല്ലാം ഫില്ല് ചെയ്യാനുള്ള സംവിധാനം, ലിക്വിഡ് ആവാം, ക്രയോജനിക് ആവാം, അതുപോലുള്ള സംവിധാനം, അതുപോലെ ഇതിൻ്റെ ജെറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള സംവിധാനം, അങ്ങനെയുള്ള പല സംവിധാനമുണ്ട്. ഈ കാര്യങ്ങളൊന്നും തിരിച്ചു വരുമ്പോൾ നമുക്ക് ആവശ്യമില്ല. കാരണം തിരിച്ചു വരുമ്പോൾ നമുക്ക് വേണ്ട വാഹനത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ലാൻഡ് ചെയ്തിടത്ത് നേരെ പൊങ്ങി വരാം. ഇത്തവണത്തെ ചന്ദ്രയാൻ മിഷനിൽ നമ്മൾ 2 ടെക്നോളജി, പ്ലാൻ ചെയ്യാത്ത 2 ടെക്നോളജി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഒന്ന്, ഈ ലാൻഡർ ലൂനാർ ഡേ തീരുന്നതിന് മുമ്പ് ലാൻഡറിനെ ഒന്നുകൂടെ ഫയർ ചെയ്ത് അതിനെ അല്പം മാറ്റി ഒന്നുകൂടെ സോഫ്റ്റ് ലാൻഡ് ചെയ്യിച്ചു. അവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് റീസ്റ്റാർട്ട് കേപ്പബിലിറ്റി നമുക്കുണ്ട് മൂണിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഓർബിറ്റർ എന്ന് പറഞ്ഞ് മൂണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്ന ഓർബിറ്ററിനെ അവിടുന്ന് ദിശ മാറ്റി ഭൂമിക്ക് ചുറ്റും തിരിച്ചു കൊണ്ടുവന്നു. അതായത് ചന്ദ്രനെ ചുറ്റുന്ന ഒരു സാറ്റലൈറ്റിനെ നമുക്ക് വേണേൽ തിരിച്ച് ഭൂമിയിലും കൊണ്ടുവരാം. അപ്പോൾ ഈ 2 ടെക്നോളജി ആയിരിക്കും നമ്മൾ ഇനി സാമ്പിൾ റിട്ടേൺ മിഷൻ വരുമ്പോൾ അതിൽ ഉപയോഗിക്കുന്നത്. സർ, ബേസിക്കലി നമ്മുടെ കമാൻഡ് സെൻറ്റർ ഇവിടെ എർത്തിലും ഇപ്പോൾ മൂണിലോ എവിടെ പോവുകയാണെങ്കിലും ഇവിടുത്തെ കമാൻഡ് സെൻറ്ററിൽ നിന്നാണല്ലോ ഇവിടുത്തെ കമാൻഡ്സ് പോകുന്നത്. അപ്പോൾ അതിന് എന്തായാലും ഒരു ടൈം ലാഗ് ഉണ്ടാവും. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കൺട്രോൾസൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത്രയും ടൈം ലാഗ് വരുമ്പോൾ ഹൗ ഡു യു കൺട്രോൾ ഇറ്റ്? വൺ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ഹൗ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാൻ ഹെൽപ്പ് ദാറ്റ്. നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് പ്രകാശമാണ്. പ്രകാശത്തിൻ്റെ വേഗതയിലാണ് ഇപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അപ്പം മൂണിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ ഏതാണ്ട് 2 സെക്കൻഡ്സോളം ഡിലേ വരും. അതുകൊണ്ട് റിയൽ ടൈമിൽ നമുക്ക് ഗ്രൗണ്ടിൽ ഇരുന്ന് ഒരു സാറ്റലൈറ്റിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് മിനിറ്റുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പിൽ സാറ്റലൈറ്റിന് ആവശ്യമായ നിർദ്ദേശങ്ങളടങ്ങിയ സോഫ്റ്റ്വെയറിനെ നമ്മൾ ടെലികമാൻഡ് വഴി ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് കാണുമ്പം വി ആർ ഡൂയിങ് നത്തിങ്, വിച്ച് ഇസ് ഓൾറെഡി പ്രീ ഡിസൈഡഡ്. ആ കാര്യങ്ങൾ നമ്മൾ അന്നേരത്തെ ഏതെങ്കിലുമൊക്കെ ഇപ്പം പ്രീവിയസ് ഡേ അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ഏത് തരം സോഫ്റ്റ്വെയറാണ്, ഏത് അൽഗോരിതമാണ് വേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ഓൺ ബോർഡിൽ നമ്മൾ പല ചോയ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് വർക്ക് ചെയ്യില്ലെങ്കിൽ യു ടേക്ക് ദിസ്, ഇത് വർക്ക് ചെയ്യില്ലെങ്കിൽ ഇതെടുക്കുക, ഇത് വർക്ക് ചെയ്യില്ലെങ്കിൽ ഇതെടുക്കുക. അങ്ങനെ ഏതൊക്കെ നമുക്ക് കൺസീവ് ചെയ്യാമോ ആ സിറ്റുവേഷനിലെല്ലാം വർക്ക് ചെയ്യാവുന്ന അൽഗോരിതംസ് ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചന്ദ്രയാനിൽ everything was quite normal, so it was following the perfect path and the impact dispersion was only few kilometers. അതൊന്ന്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് ഇറ്റ് ഈസ് അഗെയിൻ ബേസ്ഡ് ഓൺ ഡാറ്റ. നമുക്ക് ഡാറ്റാ ബേസ് വേണം. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് പല പ്രോഗ്രാംസ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഡാറ്റാ ബേസ്, ഹ്യൂജ് ഡാറ്റാ ബേസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റ മൈൻ ചെയ്തിട്ട് ട്രെൻഡ്സുകൾ പറയാൻ പറ്റുമോ, ഫെയിലിയർ മോഡ്സുകൾ പറയാൻ പറ്റുമോ, അതുപോലെ
മറ്റുള്ള ഇൻ്റർ പ്ലാനറ്ററി മിഷൻസിലേക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. രണ്ടുപേരോട് ചോദിച്ച് നമ്മളെ ഗുഡ് ആഫ്റ്റർനൂൺ. ഇതെല്ലാം നമ്മൾ പറഞ്ഞത് എല്ലാം ഈ ടെക്നിക്കൽ എവറിത്തിങ് ഇസ് ടെക്നിക്കൽ. മൈ ക്വസ്റ്റ്യൻ ടു യു ഇസ്, വാസ് യുവർ വൈഫ് റിയലി പ്രൗഡ് ഓഫ് വാട്ട് യു ഹാവ് ഡൺ? യെസ്. Was your wife Yes. really proud of what you have done? Yeah, because of her only I have reached this position. Wow, that's nice. That is exactly what I wanted. She would have been really nice, happy hearing that. You can ask. ഉണ്ണിയുടെ വൈഫും ജയയും ഇവിടെ എത്തിയിട്ടുണ്ട്. ജയ വാസ് ഓൾസോ വിത്ത് ദ VSSC ബിഫോർ. ജയാജി നായർ കമ്പ്യൂട്ടർ സയൻസിൽ ട്രിവാൻഡ്രത്ത് പഠിച്ചതാണ്. ആദ്യ ബാച്ചാണ്, ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. VSSCയിലായിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് ഏരിയയിലാണ് വർക്ക് ചെയ്തത്. 2017 VRS എടുത്ത് ഇപ്പം സ്വന്തമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുകയാണ്. പക്ഷേ അതുകൊണ്ട് ഇസ്രോ എന്ത്, ഇസ്രോയിലെ വർക്ക് കൾച്ചർ എന്ത്, ഇസ്രോയിൽ എങ്ങനെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഷീനോസ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പറ്റില്ല, സപ്പോർട്ട് വേണം. അത് നമുക്ക് ഓഫീസിൽ എല്ലാ ടെൻഷനും ഇറക്കി വെക്കാൻ പറ്റിയൊരു സ്ഥലം വീടാണ്. അപ്പോൾ അവിടെ വളരെ കൺസിഡറേറ്റ് ആയിട്ടൊരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോർഡ് ആവും. അതോടൊപ്പം തന്നെ ജയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് പഠിച്ചാണ്, സീറ്റൈ പഠിച്ചാണ്. സീറ്റൈ പഠിച്ച പെൺകുട്ടികളൊക്കെ മേസുകാർ പഠിച്ച ആൺകുട്ടികളെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഭയങ്കര ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണ്. നമ്മുടെ ഇവിടെ തന്നെ പല ഉദാഹരണങ്ങളുണ്ട്. അതിനുശേഷം സീറ്റക്കാർ മെയ്സിലെ കൊള്ളാവുന്ന കുട്ടികളുണ്ടോ എന്ന് നോക്കുന്നതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സർ, ശാസ്ത്രമാണല്ലോ ആത്യന്തിക സത്യം. എന്നിട്ടും ISRO പോലുള്ള ഓർഗനൈസേഷൻ ഇപ്പോഴും ഒരു പുതിയ ലോഞ്ച് നടക്കുമ്പോഴും ഒരു വിക്ഷേപണം നടക്കുന്ന സമയത്തും അന്ധവിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നാലെ പോകുന്ന സത്യം എന്താണ്? എന്ത് സന്ദേശമാണ് ഈ ടെക്നോളജിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ലോഞ്ചിൻ്റെ സമയത്ത് യുവസമൂഹത്തിന് ഇത് നൽകുന്നത്? ഏതാണ് അന്ധവിശ്വാസം എന്നൂടെ പറയണം. നാരങ്ങ കെട്ടിത്തൂക്കുന്നതും തേങ്ങ ഉടയ്ക്കുന്നതും പോലുള്ള, എന്തിനാ ഇന്ത്യ മാത്രമല്ല അമേരിക്ക പോലും റോക്കറ്റ്. ഇതിന് ഉത്തരം ഞാൻ പറയാം. ഇതിന് കഴിഞ്ഞ ദിവസം ഞാൻ ഉത്തരം പറഞ്ഞതാണ്. മനുഷ്യൻ എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് ഉത്തരം പറയുന്നത്. 1961 യൂറി ഗഗാറിൻ ആണല്ലോ ആദ്യമായിട്ട് സ്പേസിലേക്ക് പോയത്. അദ്ദേഹം കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് പിസ് ചെയ്യണം എന്നൊരു തോന്നൽ വന്നു. കാരണം ഈ ആസ്ട്രോനോട്ട്സ് കൂടുതൽ വെള്ളം കുടിക്കും സ്പേസിലേക്ക് പോകുന്നതിന് വേണ്ടി. അപ്പോൾ അവിടെ വണ്ടി നിർത്തി, അവിടെ ഒരു വണ്ടിയുടെ ഒരു ഭാഗത്ത് പോയി അദ്ദേഹം പിസ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം വണ്ടിയെ കയറി പോയി സക്സസ് ആയിട്ട് തിരിച്ചു വന്നു. അന്ന് മുതൽ ഇന്ന് വരെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യക്കാരനായാലും കൊള്ളാം, റഷ്യക്കാരനായാലും കൊള്ളാം, അമേരിക്കക്കാരനായാലും കൊള്ളാം, ആ സ്ഥലത്തെത്തുമ്പം അവരിന്നും പിസ് ചെയ്യും. അത് സ്ത്രീകളാണെങ്കിൽ അവർ വെള്ളം ഇങ്ങനെ സ്പ്ലാഷ് ചെയ്യും. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊരു വിശ്വാസമാണ്. ഈ ഒരു റോക്കറ്റ് ലോഞ്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള പദ്ധതി എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ വിശ്വാസം അതിനകത്ത്. നമുക്ക് എല്ലാവരുടെയും വിശ്വാസം തിരുത്താനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ പറയുകയാണ് ഇന്ന ചടങ്ങ് നടത്തുമ്പോൾ തേങ്ങ ഉടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങ് അലോ ചെയ്തേക്കുക. കാരണം അവിടെ കയറി അതേ തൊടാൻ പോകണ്ട. അതല്ല, നിങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ ISROയുടെ ബ്ലൂ ബുക്ക് അനുസരിച്ച് തേങ്ങ ഉടയ്ക്കാൻ പറ്റില്ല, ആരും തേങ്ങ ഉടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരാരും തേങ്ങ ഉടയ്ക്കില്ല, അവർ ജോലി ചെയ്യും. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യാറുണ്ടല്ലോ, നമ്മൾ ഇൻവോളണ്ടറി ആണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയില്ല വീട്ടിലെത്തുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇൻവോളണ്ടറി ആണ്. ഈ ഇൻവോളണ്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ അവരറിയാതെ ഒരു പക്ഷേ അവർ ചില തെറ്റുകൾ വരുത്തിയാൽ നമ്മുടെ മിഷൻ ഫെയിലാവാം. അതുകൊണ്ട് അവരുടെ മാനസികമായ ഉല്ലാസത്തിന് വേണ്ടി അവരെന്ത് പറയുന്നു അത് നമ്മളെ അധികം ഹർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു തേങ്ങ ഉടയ്ക്കുന്നതുകൊണ്ട് നമുക്കെന്താ നഷ്ടം? ഒരു നാരങ്ങ കയറ്റി തൂക്കിക്കൊണ്ട് എന്താ നഷ്ടം? അത് ഒരു വിശാലമായ അർത്ഥത്തിൽ അതൊരു നല്ല കാര്യത്തിനാണെങ്കിൽ ഞാനതിനെതിരല്ല. അതൊരു അന്ധവിശ്വാസമല്ല, വിശ്വാസമാണ്. എൻ്റെ ക്വസ്റ്റ്യൻ വല്ല മണ്ടത്തരമാണെങ്കിൽ തള്ളിക്കളയാം. അതായത് ഇപ്പം സൈബർ വാറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാറ്റലൈറ്റുകൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ധാരാളം രാജ്യങ്ങളത് വിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സ്പേസ് മെഷീനുകൾ കൂടുതൽ വരികയും ചെയ്യും. അന്നേരം എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നത്, മേ ബി നമ്മളുടെ സാറ്റലൈറ്റ് വേറൊരാൾ ഹാക്ക് ചെയ്യുക, വേറൊരു കൺട്രി ഹാക്ക് ചെയ്യുകയാണ്, അവരതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. അല്ല, അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് എന്താണ് ISROയുടെ അങ്ങനെ സാധ്യതയുണ്ടോ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് അതിനു വേണ്ടിയുള്ളൊരു മുൻകരുതൽ നമ്മൾ ISRO എടുത്തിരിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. സ്പേസ് അസറ്റ്സ്, നമ്മുടെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അത്
ഇപ്പം വെറുതെ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഇപ്പോൾ യുദ്ധം മുതലായ കാര്യങ്ങളിൽ ആദ്യം യുദ്ധം നടക്കുന്ന സ്പേസിലാണ്. അസറ്റുകളെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ നമ്മുടെ അസറ്റ്സ് നമ്മളും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ എങ്ങനെ നമ്മുടെ സാറ്റലൈറ്റുകളെ കൂടുതൽ വളരെ സ്ട്രോങ് ആയ എൻക്രിപ്ഷൻ കൊടുക്കാം, അതുപോലെ എങ്ങനെ അതിനെ മറ്റുള്ള സാറ്റലൈറ്റിൻ്റെ ത്രെട്ടിൽ നിന്നും മാറ്റി നിർത്താം, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വളരെ കൃത്യമായ പരിഗണന നമ്മളും കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാറ്റലൈറ്റും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനാവശ്യമായ ടെക്നോളജി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. യുദ്ധം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുദ്ധം വരണമെന്നില്ല, ഒരു രാജ്യത്തിൻ്റെ കേപ്പബിലിറ്റി ഇല്ലാതാക്കുക എന്നുള്ളത് എക്കാലത്തും ഉള്ളതാണ്. അത് 1000 കൊല്ലം മുമ്പായാലും കൊള്ളാം, 2000 കൊല്ലം മുമ്പായാലും കൊള്ളാം. അത് ഇപ്പോഴത്തെ ടെക്നോളജി ഡൊമൈൻ മാറിയപ്പം ആ മേഖലയിൽ വരും. അപ്പോൾ അത് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്, അതിനെ തടയാൻ നമ്മൾ ശ്രമിക്കുക. മുമ്പേ വിശ്വാസത്തെ സംബന്ധിച്ചൊരു ചോദ്യം വന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബാച്ച് മീറ്റിങ്ങിൽ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് കേട്ട രസകരമായ ഒരു കഥ, വളരെ ചെറിയൊരു കഥയാണ്. അതായത് 961 യൂറി ഗഗാറിൻ പോയിട്ട് തിരിച്ചു വന്നു. റഷ്യൻ പ്രസിഡന്റ് വിളിച്ച് ചോദിച്ചു, നീ എവിടെങ്ങാനും ദൈവത്തെ കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടു, പക്ഷേ നീ ഇതാരോടും പോയി പറഞ്ഞേക്കരുത്, അത് നീ തന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. നീ ഇപ്പോൾ ആരോടും പറയണമെന്ന് പറഞ്ഞു. നമ്മൾ കമ്മ്യൂണിസ്റ്റാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റാണ്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അതിനുശേഷം യൂറി ഗഗാറിൻ പോപ്പുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പോപ്പിനെ കണ്ട് പോപ്പുമായിട്ടുള്ളൊരു മീറ്റിംഗ്. അപ്പോൾ പോപ്പു ഇതേ ചോദ്യം തന്നെ ചോദിച്ചു, നീ എവിടെങ്ങാനും ദൈവത്തെ കണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല പോപ്പേ, ഞാൻ കണ്ടില്ല, അവിടെങ്ങാനും ദൈവത്തെ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. എടോ, എനിക്കും അതറിയാം, പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പാട്ടായിട്ട് പോകുന്നതല്ലേ, പൊക്കോട്ടെന്ന് പറഞ്ഞു. ഒരു കഥയാണ്. അപ്പം ഒരിക്കൽ കൂടി ഒരു വലിയ കയ്യടി ഉണ്ണിക്ക് കൊടുത്തുകൊണ്ട് താങ്ക് യു. അപ്പം കേരള എഞ്ചിനീയേഴ്സിനും വളരെ അഭിമാനം നൽകുന്ന ഉണ്ണികൃഷ്ണൻ, ഒരു വലിയ കയ്യടി. ഇത് പോരാ, താങ്ക് യു. അവസാനം ഒരു കാര്യം കൂടി ഉണ്ണി VSSC ഡയറക്ടർ ആകുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടറുമാണ്. വളരെ മെച്ചപ്പെട്ട നിലയിൽ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. കഴിഞ്ഞ 17 കൊല്ലങ്ങളായെന്ന് തോന്നുന്നു, അല്ലേ? 2015 കൊല്ലങ്ങളായിട്ട് അതിൻ്റെ ഡയറക്ടർ കൂടിയാണ് ഉണ്ണി. അപ്പം എല്ലാവിധ ഉണ്ണിയുടെ പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രൊജക്റ്റാണ്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു, എല്ലാവിധ വിജയങ്ങളും നേടുന്നു. അതോടൊപ്പം തന്നെ ഉണ്ണിക്കും കുടുംബത്തിനും, ഉണ്ണിയുടെ പിന്നിൽ ഇതിൻ്റെ ശക്തിയായിട്ട് നിൽക്കുന്ന ജയയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.